എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിലും വല്ലാതെ ചൂടെടുക്കുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, രാത്രിയാവുമ്പോൾ അമിതമായി വിയർത്തുകൊണ്ടിരിക്കുന്നു, ഏത് കാര്യത്തിനാണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു 40+ ആയിട്ടുള്ള നിങ്ങളുടെ ഭാര്യയോ അമ്മയോ അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠത്തെയോ ആ മെൻസ്ട്രൽ പീരീഡ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്ന ഒരു അവസ്ഥയാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. മാനസികമായി അമിതമായ സ്ട്രെസ്, ദേഷ്യം, സങ്കടം, ഇമോഷണലി ബാലൻസ് ഇല്ലാതാവുക, ശാരീരികമായി എപ്പോഴും ക്ഷീണം, എല്ലാ സന്ധികളിലും വേദന, ശരീരത്തിൽ ഹോട്ട് ഫ്ലാഷസ് അഥവാ ചുട്ടുപൊള്ളുന്നത് പോലെ ഉണ്ടാകുന്നു, സെക്ഷൽ ഇന്റിമസി കുറയുക, വെജൈന വളരെയധികം ഡ്രൈ ആവുക, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൂത്രക്കടച്ചില്, വയറുവേദന, തലവേദന എന്നിവയൊക്കെ തന്നെ പെരിമെനോപോസിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സിംറ്റംസ് ആണ്. 90% സ്ത്രീകളിലും 3-4 മാസങ്ങളായിട്ട് പീരീഡ്സിന്റെ ഫ്ലോ വളരെ കുറഞ്ഞു വരികയും അവസാനം അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. റെയർ കേസസുകളിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പീരീഡ്സ് വളരെ അധികം വരികയും പിന്നെ ഒരു 2-3 മാസത്തേക്ക് പീരീഡ്സേ ഇല്ലാത്ത കണ്ടീഷനിലാവുകയും ഇറഗുലർ ആൻഡ് മിസ്ഡ് പീരീഡ്സ് എന്നുള്ള രീതിയിലും കാണാൻ വേണ്ടി പറ്റും. രീതിയിലാണ് മാനേജ് ചെയ്യുക. ഒന്ന് നടന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. വാക്കിങ്ങും വാമപ്പും വർക്കൗട്ടും കൂടി ഡെയിലി ഒരു 40 to 45 മിനിറ്റ്സ് സോയാബീൻസ്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള്, ഫ്ലാക്സ് സീഡ്സ്, ശതാവരി, ഓയയുടെ മറ്റ് പ്രോഡക്ട്സുകളും ഒക്കെ തന്നെ മെനോപോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നൽകുന്ന ഫുഡാണ്. രണ്ടാമത്തത് ഹോർമോൺ റെഗുലേഷൻ തെറാപ്പിയാണ്. അത് പക്ഷേ ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നൽകാൻ വേണ്ടി പറ്റും. ഈ നിങ്ങളുടെ വീട്ടിൽ 40+ ആയിട്ടുള്ള അമ്മമാരെ നിങ്ങളോട് ഓവറായി ദേഷ്യപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, വേണ്ടുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വിലയേറിയ സപ്പോർട്ടാണ്.